നമസ്കാരം. മാസ്റ്റർ മൈൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ 6th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിലെ 5th ചാപ്റ്ററായ മേജർ ഡൊമൈൻസ് ഓഫ് ദി എർത്ത് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് എർത്തിൻ്റെ 4 മേജർ ഡൊമൈൻസ്? ഫസ്റ്റ് വൺ ഈസ് ലിതോസ്ഫിയർ, സെക്കൻഡ് വൺ ഈസ് അറ്റ്മോസ്ഫിയർ, തേർഡ് വൺ ഈസ് ഹൈഡ്രോസ്ഫിയർ ആൻഡ് ഫോർത്ത് വൺ ഈസ് ബയോസ്ഫിയർ. അപ്പോൾ ലിതോസ്ഫിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത്. അതായത് എർത്തിൻ്റെ സോളിഡ് പോർഷനെയാണ് ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സോളിഡ് പോർഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദ സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത് വി ലിവ് ഈസ് കോൾഡ് ലിതോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എർത്തിനെ സറൗണ്ട് ചെയ്തിട്ടൊരു ഗേഷ്യസ് ലെയർ ഉണ്ട്. ആ ഒരു ഗേഷ്യസ് ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ഗേഷ്യസ് ലെയർ ദാറ്റ് സറൗണ്ട്സ് ദി എർത്ത് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിലാണ് പലതരത്തിലുള്ള ഗ്യാസസ് ഉള്ളത്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ആവശ്യമായ ഓക്സിജനൊക്കെ ഈ അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്. പിന്നെ വേറെ കുറച്ച് ഗ്യാസസും ഉണ്ട്. അതായത് നൈട്രജനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൻ, അങ്ങനത്തെ കുറച്ച് ഗ്യാസസും കൂടിയുണ്ട്. ഈ ഒരു ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് മേജർ ഡൊമൈനാണ് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം എർത്തിൻ്റെ 2/3 പാർട്ടും വാട്ടറാണ്. ഈ വാട്ടർ കവർ ചെയ്യുന്ന ആ ഒരു ഡൊമൈനെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ എന്ന് വെച്ചാൽ ഹൈഡ്രോസ്ഫിയറിൽ വാട്ടർ ഏതൊക്കെ ഫോമിലുണ്ടാവും? ഐസിൻ്റെ ഫോമിലുണ്ടാവും, വാട്ടർ അതായത് ലിക്വിഡ് ഫോമിലുണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ അതായത് ഗേഷ്യസ്, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ്, ഈ 3 ഫോമാറ്റിലും വാട്ടർ ഹൈഡ്രോസ്ഫിയറിൽ ഉണ്ടാവാം. തേർഡ് ഡൊമൈനാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ മീൻസ് ഇറ്റ് ഈസ് ദി നാരോ സോൺ വെയർ വി ഫൈൻഡ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ടുഗദർ. അതായത് ലിതോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഏരിയയാണ് ബയോസ്ഫിയർ. 3ഉം കൂടി ഓവർലാപ്പ് ചെയ്യുന്നത്. ഈ ബയോസ്ഫിയറിൽ മാത്രമാണ് ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ബയോസ്ഫിയറിലാണ്. എല്ലാ ടൈപ്പ് ലൈഫ് ഫോംസും ഈ ബയോസ്ഫിയറിലുണ്ട്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ലാൻഡ് ആവശ്യമാണ്, അതാണ് ലിതോസ്ഫിയർ. ബ്രീത്ത് ചെയ്യാൻ എയർ ആവശ്യമാണ്, അത് നൽകുന്നതാണ് അറ്റ്മോസ്ഫിയർ. പിന്നെ ഡ്രിങ്കിങ് പർപ്പസിന് വാട്ടർ ആവശ്യമാണ്, അത് നൽകുന്നതാണ് ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ്, അതായത് 3 ഡൊമൈൻസും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഒരു നാരോ സോണിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഒരു സോണിലാണ് ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ലിതോസ്ഫിയറിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലായി പോകും. അപ്പോൾ നമുക്ക് ലിതോസ്ഫിയറിനെ കുറിച്ച് മാത്രം പഠിക്കാം. നേരത്തെ പറഞ്ഞു ലിതോസ്ഫിയർ ഇറ്റ് ഈസ് ദി സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സോളിഡ് പോർഷനാണ് ലിതോസ്ഫിയർ. ഇനി ഈ ലിതോസ്ഫിയർ ഇറ്റ് കംപ്രൈസ് ഓഫ് ദി റോക്സ് ഓഫ് ദി എർത്ത്. എർത്ത് ഈസ് മേഡപ്പ് ഓഫ് റോക്സ് എന്നാണല്ലോ. അപ്പോൾ ഈ ലിതോസ്ഫിയറിൽ സോളിഡ് പോർഷൻ ആയതുകൊണ്ട് ആ റോക്കും ഉണ്ട്, പിന്നെ തിൻ ലെയർ ഓഫ് സോയിൽ, അതായത് എർത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള തിൻ ലെയർ ഓഫ് സോയിലും കൂടിയും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് ലിതോസ്ഫിയർ. ഈ സോയിലിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. സോയിൽ കണ്ടെയ്ൻസ് ന്യൂട്രിയൻ്റ് എലമെൻറ്റ്സ്. ഈ ന്യൂട്രിയൻ്റ് എലമെൻറ്റ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മിനറൽസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ സോയിൽ ലിവിങ് ഓർഗാനിസത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രധാന റീസൺ അതാണ്. അങ്ങനെ ലിതോസ്ഫിയർ തന്നെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് കോണ്ടിനെൻ്റൽ ബേസും ഓഷ്യൻ ബേസും. കോണ്ടിനെൻ്റ് ബേസ് എന്ന് വെച്ചാൽ ലാർജ് ലാൻഡ് മാസിനെയാണ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ എല്ലാ കോണ്ടിനെൻറ്റും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂജ് വാട്ടർ ബോഡീസ് വെച്ചാണ്, അതാണ് ഓഷ്യൻ ബേസിൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയോ തിക്നെസ് നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് കോണ്ടിനെൻറ്റ് നല്ല തിക്കായിരിക്കും, ഒരു 35 കിലോമീറ്ററൊക്കെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് വരും. ഓഷ്യൻ ബേസിനാകുമ്പോൾ ഒരു 5 കിലോമീറ്ററൊക്കെ തിക്നെസ് വരുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഇലവേഷൻ മെഷർ, അതായത് എത്രമാത്രം ഹൈറ്റ് നമുക്ക് പറയുന്നത് കേൾക്കാമല്ലോ, 800 ഫീറ്റ് എബോ അങ്ങനെയൊക്കെ പറയുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സീ ലെവലിനെയാണ് നമ്മൾ ഇലവേഷൻ, ആ സീ ലെവലിനെ നമ്മൾ 0 ആയിട്ട് കണക്കാക്കും. ആ സീ ലെവലിൽ നിന്ന് എത്രമാത്രം ഹൈറ്റിലാണോ നമ്മൾ ലാൻഡ് സർഫസ് ഉള്ളത്, അതാണ് അതിൻ്റെ ഇലവേഷൻ എന്ന് പറയുന്നത്. ഇലവേഷൻ ഓഫ് ലാൻഡ് ഈസ് മെഷർഡ് ഫ്രം ദ ലെവൽ ഓഫ് ദ സീ വിച്ച് ഈസ് ടേക്കൺ എ 0. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പീക്ക് നമുക്കറിയാം മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് സീ ലെവലിനേക്കാളും 8,848 മീറ്റർ എബോ ആണ്. സീ ലെവലിന് 8,848 മീറ്റർ എബോയിലാണ് ഈ പീക്ക് ഉള്ളത്. അതായത് അതിൻ്റെ ഹൈറ്റ് അത്രയും കൂടുതലുണ്ട്. അതുപോലെ തന്നെ അതായത് സീ ലെവലിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്നതിന് പീക്ക് എന്ന് പറയും. അതുപോലെ തന്നെ സീ ലെവലിൽ നിന്ന് താഴോട്ടേക്കും പോലെ, അതായത് ഡെപ്തിലേക്കും പോകാമല്ലോ.
അങ്ങനെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡെപ്ത് ഉള്ളത് മറിയാന ട്രെഞ്ച് ഇൻ ദി പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലുള്ള മറിയാന ട്രെഞ്ചാണ് ഗ്രേറ്റസ്റ്റ് ഡെപ്ത്, സീ ലെവലിന് ഏറ്റവും താഴോട്ടേക്കുള്ള 11,022 മീറ്റർ ഉണ്ട്. ഇനി നമുക്ക് കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 7 മേജർ കോണ്ടിനെൻറ്റ്സ്. ഈ 7 മേജർ കോണ്ടിനെൻറ്റ്സും ദേ ആർ സെപ്പറേറ്റഡ് ബൈ ലാർജ് വാട്ടർ ബോഡീസ്. ഓരോ കോണ്ടിനെൻറ്റിൻ്റെ ഇടയിൽ കുറേ വാട്ടർ ബോഡീസ് ഉണ്ടാവും. അവർ കണക്ട് ചെയ്യുന്നത് ഈ വാട്ടർ ബോഡീസ് വെച്ചിട്ട് തന്നെയാണ്. മേജർ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. ഇതൊക്കെയാണ് 7 കോണ്ടിനെൻറ്റ്സ്. ഈ മാപ്പിൽ ഇത് വേൾഡ് മാപ്പാണ്. ഇത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇതൊരു ഗ്ലോബിൻ്റെ ഷേപ്പ് അറിയാമല്ലോ. ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു 2D പിക്ചറാണ്. 3D എന്ന് പറയുമ്പോൾ ഇതൊരു സ്ഫിയർ ഷേപ്പിലായിട്ട് കണക്കാക്കാം. ഇതാണ് ഏഷ്യ, ഇതാണ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. പിന്നെ യൂറോപ്പ്, ഏഷ്യ പ്ലസ് യൂറോപ്പ് യുറേഷ്യ എന്ന് വിളിക്കും. പിന്നെ ഇത് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ദെൻ ഹിയർ ഓസ്ട്രേലിയ, ഇവിടെയാണ് അന്റാർട്ടിക്ക. ഇനി ഏതൊക്കെയാണ് ഓഷ്യൻസ് നോക്ക്. പസഫിക് ഓഷ്യൻ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഇവിടെ ആർട്ടിക് ഓഷ്യൻ. ഇത് പസഫിക് ഓഷ്യൻ എന്ന് വെച്ചാൽ നമ്മൾ ഇത് 2Dയിൽ കാണിക്കുന്നതുകൊണ്ട് 3Dയിൽ വരുമ്പോൾ ഇതൊരു ജിയോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ സ്ഫിയർ ഷേപ്പിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സെയിം ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ, രണ്ടും കൂടി എന്താ പറയുക ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. പിന്നെ ഇത് സദേൺ ഓഷ്യൻ, ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ ഒരു എസ് ഷേപ്പിലുള്ളതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. നമുക്ക് ഫസ്റ്റ് ഏഷ്യനെ കുറിച്ച് പഠിക്കാം. ഏഷ്യ ഇസ് ദി ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. അതായത് 7 കോണ്ടിനെൻറ്റ്സിൽ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ഏഷ്യ. ഇത് കണ്ടോ, ഇവിടെയാണ് ഏഷ്യയാണ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് എമംഗ് ദി 7 കോണ്ടിനെൻറ്റ്. ഇറ്റ് കവേഴ്സ് അബൌട്ട് 1/3 ഓഫ് ദി ടോട്ടൽ ലാൻഡ് ഏരിയ ഓഫ് ദി എർത്ത്. നമുക്കറിയാം എർത്തിൻ്റെ ടോട്ടൽ ഏരിയയിൽ 2/3 വാട്ടറാണ് കവർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് 1/3 മാത്രമാണ് ലാൻഡ് ഏരിയ. ഈ 1/3 തന്നെ ആ 1/3 1/3 ലാൻഡ് ഏരിയയും ഏഷ്യൻ കോണ്ടിനെൻ്റ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ദിസ് കോണ്ടിനെൻറ്റ് ലൈസ് ഇൻ ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. നമുക്കറിയാലോ ഇക്വേറ്റർ ഡിവൈഡ്സ് ദി ഗ്ലോബ് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അതുപോലെ തന്നെ 0° മെറീഡിയൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻ ടു വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഏഷ്യ ലൈസ് ഇൻ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ഇവിടെ ഒരു 0° മെറീഡിയൻ ഉണ്ടെങ്കിൽ ഇതാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, ഇതാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻറ്റ് ലൈസ് ഇൻ ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ദീസ് കോണ്ടിനെൻറ്റ്. നമുക്കറിയാം കുറേ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതിൽ ട്രോപ്പിക് ഓഫ് ഇക്വേറ്റർ ആണ് 0°, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5° നോർത്ത്. അപ്പോൾ 23.5° എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിലേക്ക് പോകും. അത് ഏഷ്യൻ കോണ്ടിനെൻറ്റും കൂടി പാസ് ചെയ്യുന്നുണ്ട്, വേറെ കോണ്ടിനെൻറ്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏഷ്യയിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. യൂറോപ്പ് പ്ലസ് ഏഷ്യ ഈസ് ഈക്വൽ ടു യുറേഷ്യ. അതായത് യൂറോപ്പും ഏഷ്യയും രണ്ട് കോണ്ടിനെൻറ്റും തമ്മിലുള്ള ഹോൾ ലാൻഡ് മാസിനെ വിളിക്കുന്നതാണ് യുറേഷ്യ. ഏഷ്യ ഈസ് സെപ്പറേറ്റഡ് ഫ്രം യൂറോപ്പ് ബൈ ദ യുറാൽ മൗണ്ടൻസ് ഓൺ ദി വെസ്റ്റ്. നമുക്കറിയാം ബാക്കി എല്ലാ കോണ്ടിനെൻറ്റ്സും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ ബോഡീസൊക്കെ വെച്ചിട്ടാണ്. ഈ ഏഷ്യയും യൂറോപ്പും അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു യുറാൽ മൗണ്ടൻസ്, അതായത് യുറാൽ മൗണ്ടൻസ് ആണ് ഏഷ്യനെയും യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ സൈഡിൽ. ഏഷ്യൻ്റെ വെസ്റ്റേൺ സൈഡാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ യുറാൽ മൗണ്ടൻസ് ഉണ്ട്. ആ ഒരു യുറാൽ മൗണ്ടൻസ് ആണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂറോപ്പ്. യൂറോപ്പ് ഈസ് മച്ച് സ്മോളർ ദാൻ ഏഷ്യ. ഏഷ്യനേക്കാളും എത്രയോ സ്മോളാണ് യൂറോപ്പ്. ദ കോണ്ടിനെൻറ്റ് ലൈസ് ഇൻ ദി വെസ്റ്റ് ഏഷ്യ. അതായത് ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ സൈഡിലാണല്ലോ യൂറോപ്പ്. അതുകൊണ്ടാണ് കോണ്ടിനെൻറ്റ് ലൈസ് ഇൻ ടു ദി വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നോക്കാം, ഏഷ്യൻ്റെ വെസ്റ്റേൺ സൈഡിലാണ് യൂറോപ്പ്. ദർഫോർ യൂറോപ്യൻ കോണ്ടിനെൻറ്റ് ലൈസ് ഇൻ ദി വെസ്റ്റ് ഏഷ്യ. ദ ആർട്ടിക് സർക്കിൾ പാസസ് ത്രൂ ഇറ്റ്. നമ്മൾ പറഞ്ഞല്ലോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത് ഏഷ്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലൂടെ പാസ് ചെയ്യുന്നതാണ് ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ എത്രയായിരുന്നു? 66.5° നോർത്ത് ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നതാണ് ആർട്ടിക് സർക്കിൾ. ആൻഡ് ദ യൂറോപ്പ് ഈസ് ബൗണ്ട് ബൈ വാട്ടർ ബോഡീസ് ഓൺ 3 sides. യൂറോപ്പിൻ്റെ 3 sides വാട്ടർ ബോഡീസാണ്. ഒരു സൈഡ് ഏഷ്യയായിട്ട് യുറാൽ മൗണ്ടൻസ് ബോർഡർ ചെയ്യുന്നതാണ്. ബാക്കി 3 സൈഡ്സും വാട്ടർ ബോഡീസാണുള്ളത്. ആർട്ടിക് ഓഷ്യനാണ് നോർത്തിൽ, അറ്റ്ലാന്റിക് ഓഷ്യനാണ് വെസ്റ്റിൽ, മെഡിറ്ററേനിയൻ സീ ആണ് സൗത്തിൽ. നമുക്ക് ഈ മാപ്പിൽ നോക്കാം.
യൂറോപ്പിൻ്റെ നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ, വെസ്റ്റിലാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇവിടെ സൗത്ത് ഈ ആഫ്രിക്കൻ്റെ യൂറോപ്പിൻ്റെ നടുക്ക് ഇവിടെ ഒരു ബ്ലൂ കളറാണ്, അവിടെയാണ് മെഡിറ്ററേനിയൻ സീ വരുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ 3 സൈഡ്സും കവേർഡ് ബൈ വാട്ടർ ബോഡീസ്. ഏതൊക്കെയാണ്? നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ, വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് സൗത്ത് മെഡിറ്ററേനിയൻ സീ. നെക്സ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക. ആഫ്രിക്ക ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. നമ്മൾ ഫസ്റ്റ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് പറഞ്ഞത് ഏഷ്യയാണ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക. ദ ഇക്വേറ്റർ പാസസ് ഓൾമോസ്റ്റ് മിഡിൽ ഓഫ് ദി കോണ്ടിനെൻറ്റ്. നമുക്കറിയാം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ ഡിവൈഡ്സ് ദി ഗ്ലോബ് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഈ ഇക്വേറ്റർ ആഫ്രിക്കൻ്റെ മിഡിലൂടെയാണ് പോകുന്നത്. അതായത് ഇക്വേറ്റർ ഓൾമോസ്റ്റ് ആഫ്രിക്കനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എ ലാർജ് പാർട്ട് ഓഫ് ആഫ്രിക്ക ലൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് ആഫ്രിക്കൻ ഇക്വേറ്റർ ഡിവൈഡ്സ് ഓൾമോസ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ അതിൻ്റെ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ലാർജ് പാർട്ട് ഓഫ് ദി ആഫ്രിക്ക ലൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അത് കൂടുതൽ ഏരിയയും കവർ ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. കുറച്ച് ഏരിയ മാത്രമാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഉള്ളത്. It is the only continent through which the Tropic of Cancer, the Equator and the Tropic of Capricorn passes. 3 ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് 23½ ഡിഗ്രി നോർത്തിലൂടെ പാസ് ചെയ്യുന്നത്, ഇക്വേറ്റർ 0 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്നത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23½ ഡിഗ്രി സൗത്ത്. ഈ 3 ലാറ്റിറ്റ്യൂഡ്സും പാസ് ചെയ്ത് പോകുന്ന ഒരേ ഒരു കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ളതാണ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട്, ദാറ്റ് ഈസ് സഹാറ ഡെസേർട്ട്. പിന്നെ വേൾഡ്സ് ലോങ്ങസ്റ്റ് റിവർ, അതായത് നൈൽ റിവറും പാസ് ചെയ്യുന്നത് ആഫ്രിക്കയിലൂടെയാണ്. ഇക്വേറ്റർ പാസസ് ത്രൂ ദ കൺട്രീസ്. നമ്മൾ പറഞ്ഞല്ലോ ആഫ്രിക്കയിലൂടെയാണ്, ആഫ്രിക്കേൻ്റെ ഓൾമോസ്റ്റ് മിഡിലൂടെയാണ് ഇക്വേറ്റർ, അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ആഫ്രിക്കൻ കൺട്രീസിലൂടെയാണ് ഇക്വേറ്റർ ലൈന് പാസ് ചെയ്ത് പോകുന്നത്? ഏതൊക്കെയാണ്? ഗാബൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെന്യ, സൊമാലിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്ക. ഓൾമോസ്റ്റ് 7 ആണെന്ന് തോന്നുന്നു. 1 2 3 4 5 6 കൺട്രീസിലൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ്ലസിൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് ഈ കൺട്രി ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് കോണ്ടിനെൻ്റ് ആണ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക ഈസ് ദി 3rd ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. നമ്മൾ പറഞ്ഞു ഏഷ്യയാണ് ഫസ്റ്റ് ലാർജസ്റ്റ്, സെക്കൻഡ് ലാർജസ്റ്റ് ആഫ്രിക്ക ആൻഡ് 3rd ലാർജസ്റ്റ് ഇസ് നോർത്ത് അമേരിക്ക. ആൻഡ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു സൗത്ത് അമേരിക്ക ബൈ എ വെരി നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കോൾഡ് ഇസ്ത്മസ് ഓഫ് പനാമ. അതായത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ പീസ് ഓഫ് ലാൻഡാണ്. വാട്ടർ ബോഡി അല്ല, ഒരു സ്മോൾ പീസ് ഓഫ് ലാൻഡ്. ആ ഒരു സ്മോൾ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെ പറയുന്ന പേരാണ് ഇസ്ത്മസ് ഓഫ് പനാമ. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. നമുക്ക് മാപ്പിൽ നോക്കാം. ഇതാണ് നോർത്ത് അമേരിക്ക. 3rd ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഇതാണ് സൗത്ത് അമേരിക്ക. ഈ ഒരു സ്മോൾ പീസ് ഓഫ് ലാൻഡ് കണക്ട് ചെയ്യുന്നത്, ഈ ഒരു സ്മോൾ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്, അതാണ് ഇസ്ത്മസ് ഓഫ് പനാമ. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. ഇക്വേറ്റർ ഡിവൈഡ്സ് ദി ഗ്ലോബ് ഇൻ ടു നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നോർത്ത് അമേരിക്ക നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് നോർത്ത് അമേരിക്ക വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. വെസ്റ്റേൺ സൈഡിൽ പസഫിക് ഓഷ്യൻ ഉണ്ട്, ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്. ആൻഡ് നോർത്തേൺ സൈഡിൽ ആർട്ടിക് ഓഷ്യനും കൂടിയുണ്ട്. ഇവിടെ നോക്കിയല്ല, നോർത്ത് അമേരിക്കൻ്റെ നോർത്തേൺ സൈഡിലാണ് ആർട്ടിക് ഓഷ്യൻ, വെസ്റ്റേൺ സൈഡിൽ പസഫിക് ഓഷ്യൻ ഉണ്ട്, ആൻഡ് ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക ഇറ്റ് ലൈസ് മോസ്റ്റ്ലി ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അതിൻ്റെ പേര് പോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണ് സൗത്ത് അമേരിക്ക ഉള്ളത്. ആൻഡ് ഓഷ്യൻ സറൗണ്ടിങ്സ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതായത് ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനും വെസ്റ്റേൺ സൈഡിൽ പസഫിക് ഓഷ്യനും. നോർത്ത് അമേരിക്ക കണക്ട് ചെയ്യുന്നത് ഇസ്ത്മസ് ഓഫ് പനാമ. ഇവിടെ നോക്കിയോ, സൗത്ത് അമേരിക്കയാണിത്. ഇറ്റ് ലൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, വെസ്റ്റേൺ സൈഡിൽ പസഫിക് ഓഷ്യൻ ഉണ്ട്. The Andes, world's largest mountain range, runs through its length from north to south. Andes എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ്. അത് സൗത്ത് അമേരിക്കയിൽ നോർത്ത് ടു സൗത്ത് ഓൾമോസ്റ്റ് ഈ ഒരു റീജിയനിലാണ് ആൻഡസ് മൗണ്ടൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ടു സൗത്തിലേക്കാണ് അതിൻ്റെ റേഞ്ച് റൺ ചെയ്തിരിക്കുന്നത്.
ലാർജസ്റ്റ് റിവർ നമ്മൾ നേരത്തെ പറഞ്ഞത് ലോങ്ങസ്റ്റ് റിവറാണ്. ലോങ്ങസ്റ്റ് റിവർ നൈൽ റിവറാണ്. അത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ്. ലാർജസ്റ്റ് റിവർ ആമസോൺ റിവറാണ്. അത് സൗത്ത് അമേരിക്കയിലാണ്. ലാർജസ്റ്റ് റിവർ ബേസിൻ ഉള്ളത് ഏതൊക്കെ കൺട്രീസിലാണ്? ബൊളീവിയ, ബ്രസീൽ, ഇക്വഡോർ, കൊളംബിയ, വെനസ്വേല, ഗുയാന, പെറു ആൻഡ് സുറിനേം. ഈ കൺട്രീസിലൂടെയെല്ലാം ഈ ആമസോൺ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ലാർജസ്റ്റ് റിവർ സൗത്ത് അമേരിക്കയിലും, അതായത് ആമസോൺ റിവർ, ആൻഡ് ലോങ്ങസ്റ്റ് റിവർ ഈസ് നൈൽ, അത് ആഫ്രിക്കയിലാണ് ഉള്ളത്. നെക്സ്റ്റ് കോണ്ടിനെൻറ്റ് ഈസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈസ് ദി സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ആൻഡ് ഇറ്റ് ലൈസ് എൻറ്റയർലി ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഏറ്റവും സ്മോളസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ഓസ്ട്രേലിയ. ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ഏഷ്യ. ഓസ്ട്രേലിയ കംപ്ലീറ്റ് സദേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഐലൻഡ് കോണ്ടിനെൻറ്റ്സ്. ഐലൻഡ് എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ആർ സറൗണ്ടഡ് ബൈ വാട്ടർ. ഒരു ലാൻഡ് ബോഡീൻ്റെ എല്ലാ സൈഡും വാട്ടർ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിനെയാണ് ഐലൻഡ് എന്ന് പറയുക. അപ്പോൾ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൻ്റെ എല്ലാ സൈഡും വാട്ടറാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഐലൻഡ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വാട്ടർ ബോഡീസ്? പസഫിക് ഓഷ്യൻ, സദേൺ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. ഇതൊക്കെയാണ് ഓസ്ട്രേലിയനെ കവർ ചെയ്തിരിക്കുന്ന വാട്ടർ ബോഡീസ്. നമുക്ക് മാപ്പിലേക്ക് പോകാം. ഇവിടെയാണ് ഓസ്ട്രേലിയ. ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. ഇതാണ് ഇക്വേറ്റർ. സദേൺ ഹെമിസ്ഫിയറിലാണ് ഓസ്ട്രേലിയ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഓസ്ട്രേലിയ സദേൺ ഹെമിസ്ഫിയറിലാണ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്നത് വാട്ടറായിട്ടാണ്. ഇതിൻ്റെ ഇവിടെ പസഫിക് ഓഷ്യൻ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, പിന്നെ ഇതാ സൗത്തിൽ സദേൺ ഓഷ്യൻ ഉണ്ട്. ഇതാണ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ലാസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക കംപ്ലീറ്റ്ലി ലൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂജ് കോണ്ടിനെൻറ്റ്. അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റിനെ കുറിച്ച് അത്രയും എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടില്ല, എന്നാലും അതൊരു ഹ്യൂജ് കോണ്ടിനെൻ്റ് ആണ്. കംപ്ലീറ്റ്ലി ലൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സൗത്ത് പോളാർ റീജിയൻ, പെർമനൻ്റ്ലി കവേർഡ് വിത്ത് തിക്ക് ഐസ് ഷീറ്റ്. അത് അന്റാർട്ടിക്ക സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ പോലും അത് സൗത്ത് പോളിനോട് അടുത്താണ് ഈ അന്റാർട്ടിക്കൻ കോണ്ടിനെൻ്റ് ഉള്ളത്. നമുക്കറിയാം പോളാർ റീജിയനിൽ സൺറൈസ് സ്ലാൻഡ് ചെയ്തിട്ടാണ് റീച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിവിടെ സൺലൈറ്റ് കുറവായതുകൊണ്ട് അവിടെ ഒരു പെർമനൻ്റ്ലി കവേർഡ് ഐസ് ഷീറ്റ്സ് ആണ് ഉണ്ടാകുക. അപ്പോൾ അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റ് അങ്ങനെ ഒരു പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്റാർട്ടിക്കയിൽ ഫുൾ ഐസ് ഷീറ്റ്സ് ആണ്. അവിടെ പെർമനൻ്റ്ലി കവേർഡ് ഐസ് ഷീറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അവിടെ ഇല്ല. നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. പക്ഷേ റിസർച്ച് സ്റ്റേഷൻസൊക്കെ അവിടെ പല കൺട്രീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻസ് ആണ് മൈത്രി ആൻഡ് ദക്ഷിൺ ഗംഗോത്രി. നമുക്ക് മാപ്പിലേക്ക് പോകാം. അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ട് നോക്കാൻ ഇവിടെ കാണാം. സദേൺ പോളിലാണ് അന്റാർട്ടിക്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ കൂടി ഏറ്റവും പോളാർ റീജിയൻ സദേൺ പോളിലാണ് അന്റാർട്ടിക്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ തിക്ക് പെർമനൻറ്റ് ഐസ് ഷീറ്റ്സ് ആണ്. നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ഓൺലി റിസർച്ച് സ്റ്റേഷൻസ് ലൈക്ക് ഇന്ത്യ ഹാസ് ഇറ്റ്സ് റിസർച്ച് സ്റ്റേഷൻ മൈത്രി ആൻഡ് ദക്ഷിൺ ഗംഗോത്രി. ഇത്രയൊക്കെയാണ് 7 കോണ്ടിനെൻറ്റ്സ്, അതായത് ലിതോസ്ഫിയർ എന്ന് പറയുന്ന ഡൊമൈനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി 3 ഡൊമൈൻസിനെ കുറിച്ചിട്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.